ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്, ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്ലീനിങ് വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ഹാളൊക്കെ ഒന്ന് വലയടിച്ച് ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ തട്ടി ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ സ്ഥിരം നമ്മളുടെ ഫേസൊക്കെ കവർ ചെയ്ത് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഞാൻ. അപ്പോൾ എന്താണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ടൊന്നല്ല, ഇവിടെ അധികം വലയൊന്നും വരാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ദാ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിലന്തി വലയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കുറച്ചാവുമ്പോഴേ അടിച്ച് കളഞ്ഞാലേ ഒരുപാടാവാതെ നമുക്ക് അങ്ങനെ വെക്കാനായിട്ട്, എന്താ പറയുക, ക്ലീനാക്കി വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലായിടവും ഒന്ന് ഓടിച്ചൊന്ന് വലയടിച്ച് കൊടുക്കുന്നുണ്ട്. ഫേസ് ഞാൻ മെയിനായിട്ടും കവർ ചെയ്യുന്നത്, എനിക്ക് ഇപ്പം ചെറുതായിട്ട് അലർജിയുടെ പ്രശ്നങ്ങളും ഒക്കെ ആയി തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും മെയിനായിട്ടും എനിക്ക് ഫേസ്, മൂക്കും വായും ഒക്കെ ഒന്ന് കവർ ചെയ്ത് വെച്ചാലേ പൊടിയടിക്കാനൊക്കെ ആയിട്ട് പറ്റത്തുള്ളൂ. ജസ്റ്റ് തൂക്കുന്നേ ഉള്ളെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഓരോ മൂലയ്ക്കും, മുക്കിനും മൂലയ്ക്കും ഒക്കെ നമ്മുടെ ചിലന്തി വല ഏകദേശമൊക്കെ കുറച്ചൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുമ്പോഴേ ഒരു ലൈക്ക് തരാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ക്ലീനിങ് വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഫാൻ ഇതുവരെ തൊട്ടിട്ടില്ല, ഫാൻ തുടച്ചിട്ടില്ല കേട്ടോ. ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഫാനാണ്. അപ്പം അതിൽ നോക്കിയപ്പോൾ, നമ്മൾ ശരിക്കും വീട് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ വന്നപ്പോൾ, ഇവിടെ താമസം തുടങ്ങുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്യാനായിട്ട് വന്നപ്പോൾ ഫാൻ അത്രയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നേ. പക്ഷേ ഇന്ന് കറക്റ്റ് നമ്മളിപ്പം ഒരു 1.5 മാസമായി നമ്മളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും നാളിൻ്റെ പൊടി അതിനകത്ത് ഫുള്ളുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ 1.5 മാസത്തെ പൊടിയായിരിക്കും. നല്ല രീതിക്ക് പൊടിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറിയ ബ്രഷ് വെച്ചിട്ട് അതെല്ലാം ഒന്ന് അടിച്ച് കളയുവാന്നേ. ഈ പൊടിയെല്ലാം നമ്മൾ ചിലപ്പോൾ, ഞങ്ങൾ സ്ഥിരം ഇവിടെയാണ് കേട്ടോ കിടക്കുന്നത്, ഈ ഫാനിൻ്റെ താഴെ ഹാളിലാണ് കിടക്കുന്നത്. കാരണം ഭയങ്കര ചൂടാണ്. ബെഡ്റൂമുകളിൽ 2 ബെഡ്റൂമിലും കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പം ഞാൻ ആലോചിക്കുക, ഈ പൊടിയുടെ കീഴിൽ കിടന്നു കഴിഞ്ഞാൽ ഈ പൊടിയെല്ലാം നമ്മുടെ മൂക്കിലും വായിലും അല്ലേ വന്ന് കയറുന്നത്, ഇല്ലാത്ത അസുഖങ്ങളും വരും. അപ്പം ഞാൻ അതൊന്ന് തുടച്ചെടുക്കും കേട്ടോ. നല്ല രീതിയിൽ കറുത്ത കറ പോലൊക്കെ എന്തോ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് തുടച്ച് മാറ്റി. ആദ്യം ഞാൻ കസേര കയറിയെന്നായിരുന്നു തുടച്ചത്, പക്ഷെ അന്നേരം എൻ്റെ കൈ എത്തുന്നില്ല. പിന്നെ ഞാൻ സ്റ്റൂൾ എടുത്തുകൊണ്ടിട്ടപ്പോൾ, സ്റ്റൂളാണെങ്കിൽ നമ്മളിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച സ്റ്റൂളാണ് 2 അപ്പോൾ അതിൻ്റെ കാല് കട്ട് ചെയ്ത് തന്നേക്കുന്നത് ആ ചേട്ടൻ എങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് തന്നതാട്ടോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു, ഒരു കാലിന് കുറച്ച് പൊക്കക്കുറവുള്ള പോലെ. അന്നേരം അതിങ്ങനെ താന്നും പൊങ്ങി ഇരിക്കുമല്ലോ. അതേപോലെ കയറി നിൽക്കുമ്പോഴൊക്കെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അവസാനം ഫാനെ തൂങ്ങി കിടക്കുമോയെന്ന് വരെ ഞാൻ സംശയിച്ച്. എന്തായാലും അങ്ങനെയൊന്നും പറ്റിയില്ല. പിന്നെ അത് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത്, ഇവിടെ ചേട്ടായി പറയും ഫാൻ നന്നായിട്ട് തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാൻ ഇട്ടിട്ടിരിക്കുമ്പോൾ നല്ല രീതിക്ക് കാറ്റ് കിട്ടുമെന്നാണ്. പക്ഷെ അതെന്താ അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം സത്യമാവാം, ശരിയാവാം. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് തുടച്ച്, നല്ല രീതിക്ക് പൊടിയും അഴുക്കും കറയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ അപാകതകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. ഞാൻ അത്യാവശ്യം സ്പീഡ് കുറച്ചിട്ടാണ് ഇട്ടേക്കുന്നത്. പലരും എൻ്റെ വ്ളോഗ് കാണുമ്പോൾ പറയാറുണ്ട് സ്പീഡ് കുറയ്ക്കണമെന്ന്. അപ്പം ഞാനിപ്പം മിക്ക വീഡിയോസും ചെയ്യുന്നത് സ്പീഡ് കുറച്ചിട്ടാണ് കേട്ടോ. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അധികം സ്പീഡ് ഞാൻ കൂട്ടിയിടാറില്ല. അങ്ങനെ കൂട്ടിയിടുന്നത് തന്നെ എൻ്റെ പല വ്ളോഗിലും പറയും പോലെ തന്നെ കാണുന്നവർക്ക് ബോറടിക്കരുത്, ആ ഒരു ഇതിലാണ് ഞാനങ്ങനെ സ്പീഡ് കൂട്ടിയിടുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ ആടുന്നുണ്ട് കേട്ടോ. എന്നാലും ഒന്ന് ബാലൻസ് ചെയ്ത്, അങ്ങനെ ബാലൻസിൽ ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനി ഹാളിലെ അപ്പുറത്തെ നമ്മുടെ ഡൈനിങ് ഏരിയയിലും ഒരു ഫാനുണ്ട്. അത് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടതാണ്. അപ്പോൾ അതിലും നല്ല രീതിക്ക് പൊടിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് തുടയ്ക്കണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഫാനാണ്. അപ്പുറത്ത് കിടക്കുന്നത് നമ്മൾ കൊണ്ടുവന്ന് ഇട്ടതാണ്. പക്ഷേ എന്നാലും ഈ ഫാനിന് നല്ല കാറ്റുണ്ട്. നമ്മൾ കൊണ്ടുവന്ന് ഇട്ടതിനെക്കാട്ടി കാറ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫാനിനുണ്ടെന്നേ. നല്ല കാറ്റുണ്ട് ഇവിടെ കിടക്കുമ്പം, നല്ല സുഖമാണ്.
ബെഡ്റൂമിൽ 2 ബെഡ്റൂമിലും കിടക്കുന്നതിനെക്കാട്ടി സുഖമായിട്ട് നമുക്ക് ഈ അവിടെ ആയിട്ട് കിടക്കാം. ഇതാട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ ഡൈനിങ് ഏരിയയുടെ ആ ഭാഗത്തുള്ള ഫാന്. ഇതിൽ വലിയ കാറ്റുണ്ടോയെന്ന് ചോദിച്ചാൽ കാറ്റുണ്ട്, പക്ഷെ നമുക്ക് വലിയ കാറ്റൊന്നും കിട്ടത്തില്ല. അതെന്താണെന്ന് എനിക്കറിയാൻ വയ്യ. ഇനി ഫാനിൻ്റെ കുഴപ്പമാണോ അതോ നമ്മുടെ കുഴപ്പമാണോ വീടിൻ്റെ കുഴപ്പമാണോ ഒന്നും അറിയത്തില്ല. നല്ല രീതിക്ക് ഇതാ പൊഴിഞ്ഞു പൊഴിഞ്ഞ് വീഴുന്നുണ്ടോ, നല്ല പൊടിയുണ്ട്. ഈ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കുടഞ്ഞ് പൊടി മാറാല പോലെ എന്തോ സംഭവങ്ങളുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ അതെല്ലാം ഒന്ന് തട്ടി കളഞ്ഞിട്ട് ഞാൻ നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വലിയ കറയൊന്നുമില്ലായിരുന്നു. ഇത് ഓൾറെഡി നമ്മൾ തുടച്ചിട്ട് ആയിരുന്നു ഇവിടെ ഫിറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ വലിയ പൊടിയും കറയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വളരെ എളുപ്പമായി. പക്ഷേ ഫാനിൽ കൈകൊണ്ട് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നടുക്കത്തെ ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ കൈകൊണ്ട് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് ചൂട് ആ ഫാനിന്. കറങ്ങി 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 നമുക്ക് അതേമാതിരിയുള്ള ചൂടല്ലേ ഇപ്പോൾ ഉള്ളത്. ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, എങ്ങും ഇരിക്കാനും പറ്റുന്നില്ല. വിയർത്ത് അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ വിയർത്ത് കുളിച്ചൊക്കെയാണ് പാചകം ചെയ്യുന്നത്, പാത്രം കഴുകുന്നതും ഒക്കെ. അങ്ങനെ നമ്മുടെ ഫാനുകളുടെ 2 പരിപാടികളും കഴിഞ്ഞു, ക്ലീനാക്കി. പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് പറക്കി ഒതുക്കി വെച്ചിട്ട് അവിടെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് ഹാള് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ വ്ളോഗ്, അതായത് ക്ലീനിങ് വ്ളോഗ് കഴിഞ്ഞ വ്ളോഗ് ഞാൻ ചെയ്തപ്പം എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു ഞാൻ ഒറ്റ വ്ളോഗാക്കി ചെയ്തത്. അത് വേറൊന്നുമല്ല, നമ്മൾ വിഷുവിന് 2 ദിവസം മുന്നെയാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. ഞങ്ങൾ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അതായത് ഉത്സവത്തിന് പോയതായിരുന്നു. അപ്പോൾ ഓരോ റൂമും ഹാളും കിച്ചണും ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടൈമില്ലായിരുന്നു. അപ്പം ഞാൻ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം അങ്ങ് ക്ലീൻ ചെയ്തു, പറ്റുന്ന പോലൊക്കെ അങ്ങ് ക്ലീൻ ചെയ്തു വിഷുവിന് തൊട്ട് മുന്നേ. അപ്പം ഇന്ന് ഞാൻ ഇപ്പം എന്തായാലും സമയമുണ്ട്, കുറേശ്ശെ ക്ലീനിങ് ഇങ്ങനെ ചെയ്ത് വരാമെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോൾ വ്ളോഗും അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഹാളും ഡൈനിങ് ഏരിയയും ഒറ്റ ഇതായിട്ട് കിടക്കുന്നതുകൊണ്ട് അവിടെ ഞാൻ അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ഈ ദിവസം. ഇന്ന് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്കലത്തെ ഊണിന് മുമ്പായിട്ടാട്ടോ ക്ലീൻ ചെയ്യുന്നത്. ഇത് ചേട്ടായിക്ക് ഇപ്പം കിട്ടിയ അവാർഡാണ്. അതായത് പെർഫോമർ ഓഫ് ദി ഇയറിന് കിട്ടിയ അവാർഡാണ്. കഴിഞ്ഞ പ്രാവശ്യം വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയതാണ്. അതെ, ഒരു സർട്ടിഫിക്കറ്റ് പോലത്തെ ഒരു സംഭവം. ഇപ്പോൾ കിട്ടിയത് ട്രോഫിയും മെഡലും കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ തട്ടൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച്, വെള്ള പെയിൻറ്റും കൂടി ആയതുകൊണ്ട് പൊടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് നനഞ്ഞ തുണി വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് വിടുന്നതേ ഉള്ളൂ, പൊടിയൊക്കെ ഒന്ന് പോവാനായിട്ട്. പിന്നെ ഞാൻ നേരെ തൂക്കാനായിട്ട് പോയി. ഈ ഒരു വീട് വാങ്ങിച്ചതിന് ശേഷം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കലാണ് ഇപ്പോഴത്തെ മെയിൻ ഞങ്ങളുടെ 3 പേരുടെയും പരിപാടി. അതാണെങ്കിൽ ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മാറ്റിയാലേ അവിടെ തൂത്ത് വരാനായിട്ട് പറ്റത്തുള്ളൂ. അതിനിയിപ്പം സിറ്റ് ഔട്ടിലായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഹാളിലായിരിക്കും, അല്ലെങ്കിൽ നീലൂട്ടൻ്റെ റൂമിലായിരിക്കും. അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലായിരിക്കും ഇരിക്കുന്നത്. ഓരോരുത്തടത്തും ക്ലീൻ ചെയ്യുമ്പോൾ അത് അവിടെ നിന്നെടുത്ത് വേറൊരു സ്ഥലത്തോട്ട് പൊസിഷൻ മാറ്റി വയ്ക്കേണ്ട അവസ്ഥയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടും അതിനെ. അപ്പോൾ അത് ഞാൻ നീലൂട്ടൻ്റെ റൂമിൽ തന്നെ കൊണ്ടുവച്ചു. എന്നിട്ട് അവിടെ തൂത്തുവാരിക്കൊണ്ടിരിക്കുക കേട്ടോ. നീലൂട്ടൻ്റെ പരിപാടിയാണ് ഈ ഒട്ടിക്കുന്ന ടേപ്പൊക്കെ ഇളക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടിടുക, ഓരോ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടിടുക. തൂത്തുവാരാൻ ചെല്ലുമ്പോൾ എന്തെല്ലാം സാധനങ്ങൾ പറക്കി മാറ്റണമെന്നറിയാമോ? നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച സ്റ്റൂളെന്ന് പറഞ്ഞത് ഈ കിടക്കുന്ന സ്റ്റൂളാട്ടോ. അപ്പോൾ അതിൻ്റെ കാലാണ് കട്ട് ചെയ്തപ്പോൾ ആ ചേട്ടൻ എങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് തന്നത്. ഒരു ഊഹം വെച്ചിട്ടും കട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. പക്ഷേ അതിനകത്ത് ഇരിക്കുമ്പോഴായാലും കയറി നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടും. അത് നല്ല രസമാണ്. എന്തായാലും വീഴാതിരുന്ന ഭാഗ്യം. അപ്പോൾ തൂത്തുവാരിയിട്ട് ഇനി തുടയ്ക്കണം. തൂത്ത് കളയാനായിട്ട് ഒരുപാട് പൊടിയുണ്ടായിരുന്നേ. കാരണം നമ്മൾ ഫാനും കൂടെ തുടച്ചതുകൊണ്ട് ഫാനിലെ എല്ലാ പൊടികളും താഴോട്ടായിരുന്നു തട്ടിയിട്ടത്. അപ്പോൾ അതെല്ലാം കൂടി തൂത്തുവാരിയിട്ട് കൊണ്ടുവന്ന് കളയണം. അപ്പോൾ എൻ്റെ കൈയും കാലും എല്ലാം വർക്കാവുന്നുണ്ട് കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്റ്റൂളിൻ്റെ അടിഭാഗത്ത് കാലിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് മാറാലയാന്നേലും പൊടിയാന്നേലും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തട്ടിക്കൊടയാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാനിവിടെ തുടച്ച് കഴിയുമ്പോൾ ഈ സ്റ്റൂള് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പം പിന്നെയും അവിടെ
ആ വെള്ളവും കൂടി ആകുമ്പോൾ, തുടയ്ക്കുന്ന വെള്ളവും കൂടി ആകുമ്പോഴത്തേനും അവിടെ ഈ ചെളിയായ പോലെ കിടക്കും. അപ്പോൾ അതിൻ്റെ അടിഭാഗവും കൂടി ഒന്ന് തട്ടിക്കുടഞ്ഞ് പൊടിയെല്ലാം, ആ മാറാലയും അതെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്നെടുത്ത് തട്ടിക്കുടഞ്ഞ് കളയുക കേട്ടോ. അപ്പോൾ കസേരയുടെയും അടിഭാഗത്ത് അങ്ങനെയാണ്. നമ്മളിപ്പം കസേരയുടെ അടിഭാഗം ഒന്നും ചെയ്യാതെ തറ മാത്രം തുടച്ചിട്ട് തുടച്ച് കഴിയുന്നിട്ട് കസേര നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിലുള്ള പൊടിയും ഒക്കെ ആ വെള്ളത്തിനോട് ചേർന്നിട്ട് ചെളി പോലെ അവിടെ അങ്ങ് വരയാവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സമയത്ത്. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കിടക്കും. ഇവിടെ പിന്നെ വെളുത്ത ടൈലും കൂടെ ആയതുകൊണ്ട് പറയണ്ട, ഒരു ചെറിയ പൊടി കിടന്നാൽ പോലും അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒന്നും ക്ലീനായിട്ട് കിടക്കത്തില്ല കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴും തൂത്തിരിക്കണം. അതിപ്പം നടക്കുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ ഓൾമോസ്റ്റ് തൂക്കലും വാരലും ഒക്കെ കഴിയാറായി. ഡൈനിങ് ഏരിയയുടെ ആ ഭാഗത്തോട്ടെത്തി. അതാട്ടോ നമ്മുടെ ഡൈനിങ് ഏരിയ. അവിടെ ആയിട്ടാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ. ഇന്ന് ഉച്ചക്കലത്തേനുള്ള ഫുഡെല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ചോറും മോരുകറിയും മീൻ വറുത്തതും കേട്ടോ. ഇനിയിപ്പം മീനെടുത്ത് വെള്ളത്തിൽ ഇട്ടേക്കുന്നത്, മീൻ വറക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ അതിനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പകുതി സമാധാനമാവും കേട്ടോ. പിന്നെ പയ്യെ ഓരോന്ന് ചെയ്താൽ മതിയല്ലോ. വീട് ക്ലീനായിട്ട് കിടന്നു കഴിഞ്ഞാൽ അത്രയും സമാധാനമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അലങ്കോലമായിട്ട് കിടക്കുകയാണെങ്കിൽ ഒരു സമാധാനമില്ല. അയ്യോ വൃത്തിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടങ്ങ് ഒരു സമാധാനം ഇല്ലായ്മയാണ്. പിന്നെ ഈ ഒരു ഡോറ്, ഇതിൻ്റെ ഉള്ളിലോട്ട് നല്ല സ്പേസ് ഉണ്ട്. നമ്മുടെ അടുക്കളയുടെ മുകൾ ഭാഗം കേട്ടോ ഇത്. അപ്പോൾ അവിടെ ഇങ്ങനെ ആ ഒരു ഡോറിൽ ഇങ്ങനെ എപ്പോഴും അതിങ്ങനെ തുറന്നു വരും. അപ്പോൾ എനിക്കൊരു പേടിയാണ്. അടച്ചിട്ടേക്കുവാണെങ്കിലും തുറന്നു വരുമ്പോൾ എനിക്ക് പേടിയാണ്, അയ്യോ പ്രേതം വല്ലതും ആണെന്ന്. അതൊന്ന് ലോക്ക് ചെയ്ത് വെച്ചതാട്ടോ. ഒരു കമ്പെടുത്തിട്ട് ആ ലോക്കിനകത്തോട്ട് ഇങ്ങനെ കമ്പ് കയറ്റി വെച്ചു. അതിനി തുറന്നു വരത്തില്ല. പിന്നെ ഡൈനിങ് ടേബിൾ ഒന്നും കൂടി ഒന്ന് തൂത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇട്ടു. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി തറ തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. തറ തുടയ്ക്കുന്ന സമയത്ത് ഇത്തിരി പാടാട്ടോ. ഞാൻ പറഞ്ഞ പോലെ വെള്ള ടൈലായതുകൊണ്ട് മുടി, പൊടികൾ ഇതൊക്കെ കിടക്കുമ്പോൾ തുടയ്ക്കുന്ന സമയത്ത് അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് അവിടെ കിടക്കും. അതാണെങ്കിൽ പോവത്തുമില്ല. പിന്നെ അത് ഭയങ്കര പണിയാണ്. ഭയങ്കര മെനക്കെട്ട പരിപാടി കേട്ടോ അത്. ഭയങ്കര പാടാണ് അത്. അല്ലാത്ത തറയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തുടച്ചങ്ങ് പോയാൽ മതി. ഇത് ഒരു പൊടി കിടന്നാൽ പോലും അതറിയാൻ പറ്റും. അമ്മാതിരിയാണ്. ഈ OCD ഒക്കെ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണെന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒരു ചെറിയ പൊടി കിടന്നാൽ പോലും നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എന്തായാലും ഇപ്പോൾ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇനി ഭാവിയിൽ വരുമോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എന്തായാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ ഒരു തോന്നൽ വരും. അപ്പോഴും ക്ലീൻ ചെയ്യും. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല കേട്ടോ. പലരും പറയും, അവൾ വീഡിയോ ചെയ്യുന്നെന്നും പറഞ്ഞുകൊണ്ട് അവൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ, വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്കും ഈ മടിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് ഫുള്ളൊന്ന് വീഡിയോ എടുക്കും. അപ്പോഴത്തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഞാനിങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. വീട് എപ്പോഴും ക്ലീൻ ചെയ്ത് കിടക്കുമ്പം എനിക്ക് മനസ്സിനൊരു സന്തോഷമാണ്. മാത്രമല്ല വീട് ക്ലീൻ ചെയ്ത് എല്ലാം തൂത്തുവാരി തുടച്ച് എല്ലാം നീറ്റാക്കി കഴിഞ്ഞ് ആ നീറ്റായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടുമല്ലോ. അതാണ് എനിക്ക് സന്തോഷം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ. അല്ലാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല ചെയ്യുന്നത്. വീഡിയോ എടുക്കേണ്ടതും നമ്മളുടെ ആവശ്യമാണ്, എൻ്റെ ആവശ്യമാണ്, അത് ശരിയാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യാറില്ല ഇപ്പോൾ. അതിന് വേണ്ടിയിട്ട് ചെയ്യാനാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. ക്രാഫ്റ്റ് വർക്കുകൾ അതൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ എനിക്ക് സമയം കിട്ടാറില്ലാത്തത് കൊണ്ട് ഞാൻ അതിനൊന്നും മുതിരത്തില്ല. ഇങ്ങനെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോസൊക്കെ ആക്കിയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് പറയാൻ മറക്കരുത്. നമ്മുടെ ക്ലീനിങ് വീഡിയോസൊക്കെയാണ് ഞാൻ മെയിനായിട്ടും ചെയ്യുന്നത്. നമ്മുടെ ക്ലീനിങ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കിച്ചണിലോട്ട് കയറുവാണ് തുടയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.